രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ആലപ്പുഴ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ ജില്ലാതല ആഘോഷം നടത്തി. കൃഷിമന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തിയ ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഫെഡറലിസം എന്നത് ഇന്ത്യയുടെ ആത്മാവ് തന്നെയാണെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ജില്ലാതല ആഘോഷം നടത്തി. കൃഷിമന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തിയ ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഫെഡറലിസം എന്നത് രാജ്യത്തിന്റെ ആത്മാവ് തന്നെയാണെന്നും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ജന്മി കുടിയാൻ ബന്ധമല്ല പ്രകടമാക്കേണ്ടതെന്നും പി പ്രസാദ് പറഞ്ഞു. നമുക്ക് മുമ്പിൽ ഒരുപാട് ഭീഷണികളുണ്ട്. ആ ഭീഷണികൾ ഏറ്റവും സുപ്രധാനമാകുന്നതും ഫാസിസത്തിന്റെ കടന്നുവരവ് തന്നെയാണ്. വളരെ വേഗതയിൽ എന്ന വണ്ണം ഫാസിസം എല്ലാ മേഖലകളിലേക്കും കടന്നു കയറിക്കൊണ്ടിരിക്കുന്നിടത്ത് നിഷ്പ്രഭമാകുന്നത് ഭരണഘടനയായിരിക്കും. നിഷ്പ്രഭമാകുന്നത് നമ്മൾ എന്നതായിരിക്കും. മതനിരപേക്ഷതയും സോഷ്യലിസവും നീതിയും സമത്വവും സാഹോദര്യവും എല്ലാം ഇല്ലാണ്ടായാൽ പിന്നെ ആർക്കാണ് ജീവിക്കാൻ കഴിയുക? ഇന്ത്യ ജീവനില്ലാത്തവയായി മാറിത്തീരാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് കേവലമായി ഇത് മുഖ്യാതിഥിക്ക് സല്യൂട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങോ കേവലമായ ഒരു റിപ്പബ്ലിക് ദിന പരേഡ് മാത്രമോ അല്ല. ഈ പരേഡ് ഗ്രൗണ്ടിൽ ഉടലെടുക്കുന്നത് ഇന്ത്യ എന്ന വികാരത്തോടുള്ള അദമ്യമായ ഒരു ആവേശമാണ്. സങ്കുചിതമായ ദേശീയ വികാരത്തിന്റെ രംഗത്തേക്കല്ല നമ്മൾ പോകുന്നത്. മാനവികതയെ ഉയർത്തിപ്പിടിച്ചും മനുഷ്യ സ്നേഹത്തിന്റെ മഹാസാഗരത്തെ മനസ്സുകളിൽ ചേർത്ത് വെച്ചും എല്ലാവർക്കുമായി നമ്മൾ നിലയുറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അയൽക്കാരൻ ഏറ്റവും പ്രിയങ്കരനായി തീരും. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരിലേക്ക് വരെ നമ്മുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും ഉണ്ടാവുകയും ചെയ്യും. സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, ന്യൂനപക്ഷങ്ങൾ എല്ലാവരും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഇടങ്ങളിലുണ്ട് എന്നും നാം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായി തീരും. ഏതെങ്കിലും ഒരു കൂട്ടം ജനാധിപത്യ ഇടങ്ങളിൽ നിഷ്ക്രിയരാകുന്നു എന്ന് പറഞ്ഞാൽ, നിഷ്കാസിതരാകുന്നു എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ അന്തസത്ത ചോർന്നു പോകുന്നു എന്നാണ് അർത്ഥം. ഭരണഘടന കേവലം ഒരു കടലാസല്ലാതായി തീരുന്നത് അപ്പോഴാണ്. വേദിയിലെത്തിയ മുഖ്യാതിഥി മന്ത്രിയെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രനും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പതാക ഉയർത്തിയ ശേഷം മന്ത്രി പരേഡ് പരിശോധിച്ചു. MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ്, ADM ആശാ സി എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ രശ്മി K തങ്കപ്പൻ, AM നൌഫൽ, C ജ്യോതിമോൾ, കൗൺസിലർമാരായ RR ജോഷിരാജ്, K രജിത, MS കവിത, MK നിസാർ, മുൻ MLA A ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കുത്തിയതോട് SHO M അജയ് മോഹൻ പരേഡിന് നേതൃത്വം നൽകി. സായുധസേന, ലോക്കൽ, വനിതാ പോലീസ്, എക്സൈസ് എന്നിവയ്ക്ക് പുറമെ ജില്ലയിലെ വിവിധ സ്കൂൾ കോളേജുകളിലെ NCC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, കബ്സ, ബുൾബുൾ പ്ലാറ്റൂണുകൾ എന്നിവ പരേഡിൽ അണിനിരന്നു. പരേഡിൽ പോലീസ് വിഭാഗത്തിൽ P ജയപ്രകാശ് നയിച്ച ലോക്കൽ പോലീസ് പ്ലാറ്റൂൺ എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫികൾ മന്ത്രി പി പ്രസാദ് വിതരണം ചെയ്തു. ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് റെസിഡൻഷ്യൽ HS സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനാലാപനം നടത്തി. CD നെറ്റ് ന്യൂസ്, കായംകുളം.